കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്പ്രെഡ്ഷീറ്റ്. ഈ സ്പ്രെഡ്ഷീറ്റ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ഓണം എക്സാമിന് നന്നായിട്ട് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കൂലേ. അപ്പം ഈ ഒരു ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസുകളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ വീഡിയോസും കൂടുതൽ ഡിസ്കഷൻസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസുമായിട്ട് ലിബാൻ സാറ് ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 7 മണിക്ക് KG +2 ചാനൽ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, അന്ന് വരിക, അന്ന് എന്ത് ചെയ്യുക, നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഒരു ബേസിക് ഐഡിയാസ് എന്ത് ചെയ്യാം പഠിച്ചു നോക്കാം. എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ അഥവാ സ്പ്രെഡ്ഷീറ്റിൽ ഉപയോഗിക്കുന്ന 2 ഫംഗ്ഷനാണ്. ഒന്ന് കൗണ്ട് ഇഫ്, ഒന്ന് സം ഇഫ്. എന്താ കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? നമുക്കൊരു കണ്ടീഷൻ കൊടുത്ത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൗണ്ട് ദ നമ്പേഴ്സ് ഓഫ് റേഞ്ച് ദാറ്റ് മീറ്റ് ദ ഗിവൻ കണ്ടീഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? കൗണ്ട് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10. 10ന് കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കാരത് മാത്രം കൗണ്ട് ചെയ്യണം. അപ്പോൾ ഒരു കണ്ടീഷൻ കൊടുത്ത് ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രം കൗണ്ട് ചെയ്താൽ മതി. സോ അതാണ് കൗണ്ട് ഇഫ്. രണ്ടാമത് എന്താ? സം ഇഫ്. ഇതെന്താ? സം ഇഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കണ്ടീഷൻ കൊടുക്കുക, ആ കണ്ടീഷൻ ശരിയാവുന്ന ഇതിന് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പം കുറേ കുട്ടികൾ മാർക്കുണ്ട്. ഇതിൽ A+ 90% കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾ മാത്രം ടോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നേരത്തെ കൗണ്ട് എത്ര ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ വേണ്ടി, ഇതിപ്പം എത്ര ഉണ്ട് അതിനെയൊക്കെ ടോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സം ഇഫ് ഉള്ളത്. സോ സം ഉണ്ട്, സം ഇഫ് ഉണ്ട്, കൗണ്ട് ഉണ്ട്, കൗണ്ട് ഇഫ് ഉണ്ട്, കൗണ്ട് ബ്ലാങ്ക് ഉണ്ട്, അങ്ങനെ പല പല ഐറ്റംസുകൾ എന്തുണ്ട് നമുക്ക് ചെയ്യാൻ പഠിക്കാനുണ്ട്. ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ യൂസ്ഡ് ടു കമ്പ്യൂട്ട് ദ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് എ ലോൺ. ഒരു ലോൺ ഉണ്ട്, ആ ലോണിൻ്റെ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് അഥവാ EMI എന്ന് കേട്ടില്ലേ, ഈ EMI കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് സിൻടാക്സ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്? സിമ്പിളാണ്. എന്താണ്? നമ്മുടെ PMT ആണ് യൂസ് ചെയ്യുക. PMT. ആ PMT സിൻടാക്സ് എന്താ? PMT ബ്രാക്കറ്റിൽ ഈക്വൽ ടു PMT ബ്രാക്കറ്റിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ അത് N per എത്ര തവണകൾ, അഥവാ 24, അഥവാ 2 വർഷത്തേക്കാണെങ്കിൽ 24 പേയ്മെൻറ്റ്സുകൾ ഉണ്ടാവും. 3 വർഷത്തേക്കാണെങ്കിൽ 36, അഥവാ 36 മാസം ഉണ്ടാവില്ലേ. സോ 36 എത്രയാണെന്നുള്ളത് കൊടുക്കാം. PV എന്താണ് ആ ലോണിൻ്റെ തുക, അതാണ് PV. FV എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ, ആ ലോണിൻ്റെ ഫ്യൂച്ചർ വാല്യൂ. ഇത് നമ്മൾ കൊടുക്കണമെന്നില്ല, ടൈപ്പ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഇവിടെ ഈ ഒരു സിൻടാക്സിനുള്ളിൽ ഉൾപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ. നെക്സ്റ്റ് അടുത്ത എന്താ? ഡിസ്ക്രൈബ് ദ 3 ഡിഫറെൻറ്റ് വേസ് ടു സെൽ റെഫറൻസിങ് ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക്. അഥവാ ഒരു സെല്ല് റെഫറൻസ് കൊടുക്കാനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു എക്സൽ ഷീറ്റ് ലിബ്രെ ഓഫീസിൽ ഇങ്ങനെ ഒരുപാട് സെല്ലുകൾ ഉണ്ടാവില്ലേ, 1, 2 ഇങ്ങനെ പല പല സെല്ല് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ സെല്ലിലേക്ക് ഈ സെല്ലിൻ്റെ വാല്യൂ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതാണ് റെഫർ ചെയ്യാന്ന് പറയുന്നത് അല്ലേ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് റെഫർ ചെയ്യണം, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്യണം. അങ്ങനെ മറ്റൊരു സെല്ലിനെ ഒരു സെല്ലിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതാണ് സെൽ റെഫറൻസ് എന്ന് പറയുക. സോ അതിനെന്ത് ചെയ്യണം? എന്തൊക്കെ രീതികൾ, ഡിഫറെൻറ്റ് വേസ്. അതിൽ 3 രീതി ഉണ്ട്. ഒന്നെന്താണ്? റിലേറ്റീവ് സെൽ റെഫറൻസ്, അബ്സല്യൂട്ട് സെൽ റെഫറൻസ്, മിക്സഡ് സെൽ റെഫറൻസ്. എന്താ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റൻ്റെ ലൊക്കേഷനാണ്, അഥവാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തറിയും? റിലേറ്റീവ് സെൽ റെഫറൻസ് എന്നാ പറയാം. അപ്പം അങ്ങനെ ആകുമ്പം ഈ സെല്ലിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പം ഈ സെല്ലിൻ്റെ ഇപ്പുറം വരിക. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറേസറോടെ മക്കളെ. ഓക്കെ, ഇപ്പം ലിബാൻ സാർ ഇത് കാണിച്ചാൽ, അഥവാ നമ്മൾ എന്ത് ചെയ്തു? ഈ സെല്ലിനെയും റിലേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇനി നമ്മൾ ഈ സെല്ലിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഈ സെല്ലെ സെലക്ട് ചെയ്യുക. കാരണം എന്താ? ഈ സെല്ലിൻ്റെ രണ്ടാമത്തെ റൈറ്റ് സൈഡിലുള്ള സെല്ലാണ് ഇത്. അപ്പം ഈ സെല്ലിൻ്റെ രണ്ടാമത്തെ റൈറ്റ് സൈഡിലുള്ള ഈ സെല്ലുണ്ടോ, അതാണ് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവുക. ഇനി നമ്മൾ ഈ സെല്ലിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഏത് സെല്ലാ വരിക? ഇതേ വരുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു സെല്ലിനെ സെലക്ട് ചെയ്ത് വിചാരിക്കാം. അപ്പോൾ ഏതാ വരിക? ഇതേ വരുള്ളൂ. അതായത് നിൻ്റെ വലതുവശത്തുള്ള രണ്ടാമത്തെ സെല്ല് ഏതാണോ അതാണ് നമ്മൾ ആ റിലേഷൻ കൊടുത്തത്. അപ്പോൾ ആ റിലേഷൻ എല്ലാത്തിലും ഉണ്ടാകും വരും. ഇനി രണ്ടാമത്തെ എന്താ മക്കളെ? അബ്സല്യൂട്ട്. ഈ അബ്സല്യൂട്ട് നമ്മൾ എന്ത് ചെയ്തു? അബ്സല്യൂട്ട് വ്യത്യാസമുണ്ട്. എന്താ? നമ്മൾ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് കൊടുത്ത സമയത്ത് എങ്ങനെ വരാമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു? ഇതേപോലെ സെൽ റെഫറൻസ് കൊടുത്തു, ഇതിലേക്ക് സെലക്ട് കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ സെലക്ട് ചെയ്താൽ എന്ത് ചെയ്യും? അത് ഇങ്ങോട്ട് വരില്ല, പകരം ഇങ്ങോട്ടേക്ക് തന്നെ വരുള്ളൂ. ഇനി ഇത് സെലക്ട് ചെയ്താലും അത് ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അതായത് ഇവിടെ റിലേഷൻ അല്ല കൊടുത്തത്, ഏത് വാല്യൂ ആണോ, ഏത് സെല്ലാണോ റെഫർ ചെയ്തത് ആ സെല്ല് തന്നെ വരുള്ളൂ. അതാണ് വേറെ സെല്ലിലേക്ക് നമ്മൾ ഒരു സെല്ല് മാറുമ്പം അപ്പുറത്തെ സെല്ലും എന്ത് ചെയ്യില്ല, മാറില്ല. അതാണ് ആ റിലേഷൻ ഒരിക്കലും ഉണ്ടാവില്ല, മാറില്ല. മറ്റേ റിലേഷൻ എന്ത് ചെയ്യും? റിലേഷൻ അനുസരിച്ച് സെല്ലുകൾ മാറും. ഇവിടെ സെല്ല് മാറുന്നതനുസരിച്ച് എന്തുണ്ടാവില്ല, ആ ഒരു പാത്ത് എന്ത് ചെയ്യില്ല, മാറുന്നതായിരിക്കില്ല. മൂന്നാമത്തെ എന്താ മക്കളെ? മിക്സഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം മാറുന്നുണ്ട്, ചിലത് മാറും, ചിലത് മാറില്ല. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതാണെന്ന് പറയുന്നത് മിക്സഡ് സെൽ റെഫറൻസ് എന്നുള്ളത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ലൈവിൽ പറഞ്ഞുതരാം. കാരണം കുറഞ്ഞ സമയം കൊണ്ടൊന്നും ഈ സെൽ റെഫറൻസ് പറഞ്ഞു തീർക്കാൻ എന്തില്ല പറ്റുന്നതായിരിക്കില്ല. നെക്സ്റ്റ്, ഗീവ് ദ നെയിം ആൻഡ് സിൻടാക്സ് ഓഫ് എനി 3 ഫിനാൻഷ്യൽ ഫംഗ്ഷൻ. അഥവാ നമ്മുടെ ലിബ്രെ ഓഫീസിൽ യൂസ് ചെയ്യുന്ന സാമ്പത്തികമായ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അതെന്ത് ചെയ്യണം? ഏതെങ്കിലും 3 എണ്ണം. ഒരുപാടുണ്ട്, ഞാൻ 3 എണ്ണം പറയാം. ഫിനാൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കോമൺലി അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ, ഇൻട്രസ്റ്റ് അങ്ങനത്തെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഫംഗ്ഷൻ. ഒന്നാമത്തത് അക്രൂഡ് ഇൻട്രസ്റ്റ്. 2 IPMT. ഇത് രണ്ടും കൂടി രണ്ടാണല്ലോ.
ഇത് കം IPMT, ഓക്കെ, കം IPMT, PV, FE, PMT, റേറ്റ്, NPV, ഇങ്ങനെ പല പല എന്തുണ്ട് ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്. അതിലെ അക്രൂഡ് ഇൻട്രസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ അക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഥവാ നമ്മുടെ ഒരു കൂട്ടുപലിശ ഉണ്ടാവില്ലേ, നമ്മുടെ ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടുപലിശ കാണാൻ വേണ്ടിയാണ് ഈ അക്രൂഡ് ഇൻട്രസ്റ്റ് യൂസ് ചെയ്യുന്നത്. രണ്ട് കമ്പിൻ്റെ എന്താ, ഇത് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ്. ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ റിട്ടേൺസ് ഓഫ് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ദ ലോൺ ബിറ്റ്വീൻ ടു സ്പെസിഫൈഡ് പീരീഡ്. സോ ഇതാണ് കംപ്ലീറ്റ് ആണെന്നുള്ളത് നമ്മുടെ കൂട്ടുപലിശ ഉള്ളത്. ഇത് സിമ്പിൾ അഥവാ സാധാരണ പലിശ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ഇതാണ് കൂട്ടുപലിശ. ഇതാണ് ദെൻ ഉള്ളത് PV, അതായത് പ്രസൻറ്റ് വാല്യൂ അഥവാ PV ഫംഗ്ഷൻ റിട്ടേൺ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോൾ എത്ര വാല്യൂ ഉണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PV ഫാക്ടർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതിലെ ഡിഫറെൻറ്റ് ഐറ്റംസുകളുടെ ഏത് നിങ്ങൾ ഇപ്പം PMT നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഥവാ EMI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളത്. ഇനി റേറ്റ് എന്തിനാണ്, നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു റേറ്റ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ വിവിധങ്ങളായിട്ട് എന്തുണ്ട് ഫംഗ്ഷൻസുകളുണ്ട്. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, നേരത്തെ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ പഠിച്ചു. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, ഏവറേജ്. ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് നമ്പേഴ്സ് കൊടുത്തു, ആ നമ്പറിൻ്റെ ഏവറേജ് കാണണമെങ്കിൽ ഈ ഒരു ഏവറേജ് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. മിനിമം കുറേ നമ്പർ ഉണ്ട്, അതിൽ ഏറ്റവും ചുരുങ്ങി ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ ആളാരാ, അതിൽ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. മാക്സിമം കുറേ നമ്പേഴ്സ് ഉണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ നമ്പർ കിട്ടിയ മാർക്ക് കിട്ടിയ ആളാരാണ്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഒരു മാക്സിമം യൂസ് ചെയ്താൽ മതി. സോ അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കുറേ ഫംഗ്ഷൻസുകളുണ്ട്. അല്ലാണ്ട് നമ്മളങ്ങനെ തെരഞ്ഞ് കണ്ടുപിടിക്കുന്ന ആവശ്യം ഇത് ഏതാ മിനിമം ഏതാ മാക്സിമം, അത് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഏതാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇങ്ങനത്തെ കുറേ യൂസസ് എവിടെ ഉണ്ട്, ഈ സ്പ്രെഡ്ഷീറ്റ് ഉണ്ട്. ആ യൂസസും അതിൻ്റെ ടെക്നിക്സും ഒക്കെ എന്ത് ചെയ്യും നമ്മുടെ അടുത്ത വരുന്ന ലൈവിൽ എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഞായറാഴ്ച കൃത്യം 7 മണിക്ക് മറക്കണ്ട, ലിബാൻ സാറ് കൂടെ നിങ്ങളുണ്ടാവണം.